ദൈവത്തെയാണ് അറബി ഭാഷയിൽ അള്ളാഹു എന്ന് വിളിക്കുന്നത്. അള്ളാഹു സ്വന്തം ഭാഷയായ അറബിയിൽ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഈസാ നബി അന്ന് സാക്ഷ്യം വഹിച്ച ആ യഥാർത്ഥ ദൈവത്തെ സൂചിപ്പിക്കാൻ അള്ളാഹു എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചു. ഇവിടെ ആശയത്തിനോ സന്ദേശത്തിനോ യാതൊരു മാറ്റവും വന്നിട്ടില്ലാത്തതിനാൽ അത് നുണയല്ല, മറിച്ച് പരമമായ സത്യമാണ് എന്നാണ് വിശ്വാസം. ചുരുക്കത്തിൽ, നിങ്ങൾ നോക്കുന്ന കോണിലൂടെ ചരിത്രപരമായ കൃത്യതയും വാക്കുകളുടെ നേരിട്ടുള്ള അർത്ഥവും നോക്കുമ്പോൾ അവിടെ ഒരു വലിയ വൈരുദ്ധ്യം കാണാം. എന്നാൽ ഒരു വിശ്വാസി നോക്കുന്നത് ആ വചനത്തിലൂടെ ദൈവം കൈമാറുന്ന ആശയത്തിന്റെ സത്യസന്ധതയിലേക്കാണ്. ഈ വിഷയത്തിൽ വ്യത്യസ്തമായ രണ്ട് ചിന്താരീതികൾ ഇതാണ്. ഏത് കോണിലൂടെ ഇതിനെ കാണണം എന്നത് പൂർണ്ണമായും ചിന്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്. മനസ്സിലായില്ലേ? ഞാൻ നോക്കുന്ന വീക്ഷണകോണം എന്ന് പറയുന്നത് വിശ്വാസികളുടെ ലെൻസ് അല്ല. അത് നിങ്ങളോട് ഞാൻ നേരത്തെയും പറയുന്നുണ്ടല്ലോ. സബാഷിനോട് ഞാൻ അതിൽ ആദ്യം പറഞ്ഞത്, ഇന്ത്യ അറിയാത്ത സബാഷിനോട് ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സബാസിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് നുണയാണ് റസക്ക, നുണയാണ്. നിങ്ങൾക്ക് തന്നെ പറയാൻ പാടില്ല. പച്ചക്കള്ളമാണ്, പച്ചക്കള്ളം റസക്ക എന്നോട് പറയുന്നത്. അങ്ങനെ പറയരുത് നിങ്ങൾ. ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞ എന്നോട് റസാക്ക എങ്ങനെ നിങ്ങൾക്ക് പറയാം? നിങ്ങളൊന്നാലോ, നിങ്ങൾ എങ്ങനെ പറയാൻ തോന്നുന്നു നിങ്ങൾക്ക് ഭഗവാൻ എന്നോട് പറഞ്ഞു എന്ന്? നുണയല്ലേ നിങ്ങൾ ഈ പറയുന്നത്? ഭഗവാൻ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യ അറിയാത്ത നിങ്ങൾക്ക് അറിയില്ല. ഭഗവാൻ എന്ന് എന്താണ് എന്ന് ചോദിക്കൂ നിങ്ങൾ. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത് നിങ്ങളോട്? അവിടെ ദൈവം പറഞ്ഞു എന്നല്ല പറയേണ്ടത്. അപ്പൊ നിന്റെ അങ്ങനെയല്ല. പിന്നെ ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ റസാക്ക ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്നത് കേക്ക് സബാസി, എനിക്ക് റസാക്ക ബൈക്ക് തരുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നടക്കട്ടെ. ഇന്ത്യ അറിയാത്ത സബാസിനോട് ഞാൻ പറയാണ്, എന്താ പറയേണ്ടത്? അവിടെ എഴുതി വെച്ചത് ഇങ്ങനെയാണ്, എന്ത്? ദൈവം പറഞ്ഞു എന്നൊരു വാക്ക് സബാസിനോട് ഞാൻ പറയണം. അല്ലെ ദൈവം പറഞ്ഞു എന്നത് ഞാൻ പറയണം. വേറൊരാൾ ഇങ്ങനെ ദൈവം പറഞ്ഞു എന്ന് ഭഗവാൻ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ സബാഷിനോട് ഇന്ത്യ ആ ഭഗവാൻ പറഞ്ഞു എന്ന് സബാഷിക്ക് മനസ്സിലാവൂല. അപ്പൊ ഞാൻ എന്താ പറയണ്ടേ? കാരണം സബാഷി മലയാളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം പറഞ്ഞു എന്ന് സബാഷിനോട് പറയണം. അപ്പൊ അതൊക്കെ നുണയാലേ? ഭഗവാൻ തന്നെ ദൈവം തന്നെ അല്ലേ? ഫസ്റ്റ് പാർട്ടി നറേഷൻ ഈസ് ഓക്കെ. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈസാ നബി തൊട്ടിൽ കിടന്ന് പറഞ്ഞത് എന്ത് എന്നത് തേർഡ് പാർട്ടി നറേഷൻ. ആരുടെ തേർഡ് പാർട്ടി? അള്ളാഹുവാണ്. തൊട്ടിലിൽ കിടന്ന ചരിത്രം നബിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ അറാമിക്ക് അറിയാത്ത പിന്നെ നബിയോട് അലാഹ പറഞ്ഞു, അലാഹയുടെ അടിമയാണെന്ന് പറഞ്ഞ എങ്ങനെ മനസ്സിലാവുമോ? മനസ്സിലാകാതിരിക്കാൻ എന്താ? അത് പിന്നെ ഇന്ത്യ അറിയാത്ത സബാഷിയോട് ഭഗവാൻ പറഞ്ഞു തന്നെ എന്ത് ഭഗവാൻ എന്താ നിങ്ങൾക്ക് അറിയില്ല. അവിടെ എന്താ ഞാൻ പറയേണ്ടി? അവിടെ ദൈവം പറഞ്ഞു എന്നല്ലേ പറയാൻ പാടുള്ളൂ നിങ്ങളോട്. ഇത് റസാക്ക പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് പാർട്ടി നറേഷനും തേർഡ് പാർട്ടി നറേഷനും അറിയാത്തോണ്ടാണ് ഈ സംസാരം നമ്മളോട് നടക്കുന്നത്. ആവശ്യമില്ലാതൊരു ഫാലസി കൊണ്ടുവരാണ്. വെറുതെ ചുമ്മാ. ഇത് ഫാലസി അല്ലണ്ട് റസാക്ക. നിങ്ങൾ സീരിയസ്ലി കാണാത്തതുണ്ട്. ഒരു അനാവശ്യ ചോദ്യം. അതൊക്കെ ഒരിക്കലും ഒരു ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കില്ല. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ലേ, ഇന്ത്യ അറിയാത്ത എന്നോട് ഭഗവാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് എന്താ അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുള്ളൂ. അതല്ല അവിടെ സംഭവിച്ചത്. അത് പോസിബിൾ ആണ്. പക്ഷെ ഞങ്ങള് റസാക്ക എന്നോട് പറയുകയാണ്, ഇന്നടുത്തൊരു മനുഷ്യനുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ ജനിച്ചപ്പോഴേ ഭഗവാൻ എന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ ആ കാലത്തുള്ള പേര് പറഞ്ഞിരുന്നു. ഇത് തേർഡ് പാർട്ടി നറേഷനിലേക്ക് മാറി. ഫസ്റ്റ് പാർട്ടി നറേഷൻ നിങ്ങളിപ്പോ പറയുന്നത് അവിടെ എന്താണോ ഉപയോഗിച്ചത് അത് അതുപോലെ എടുത്തതിനോട് പറയണം, അല്ലെങ്കിൽ നുണയെന്ന് പറയും. അതുപോലെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതപ്പൊ ഞാൻ ചോദിച്ചു, അറബിയില് അലാഹ എന്നുള്ള വേർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, അറബിയിൽ അങ്ങനെ പറയാം. വേർഡ് പോരല്ലോ, അലാഹന്റെ അർത്ഥം അറിയണ്ടേ? അലാഹ എന്നുള്ളതിന് അർത്ഥം അവിടെ ഉണ്ടെന്ന്, വ്യത്യാസമില്ല. ഞാൻ ഇപ്പൊ കേൾപ്പിക്കാം, ഒരു മിനിറ്റ്. അറബിയിൽ വേർഡില്ല. അപ്പൊ പെടും റസക. അപ്പം ഈസാ നബി വിളിച്ചത് ദൈവത്തിന്റെ പേരെന്നാ? അത് പറഞ്ഞേ. ഈസാ നബി വിളിച്ചത് ആരാ? അലാഹ എന്ന ദൈവത്തെയാണ് ഈസാ നബി വിളിച്ചത്, ശരിയല്ലേ? അത് അങ്ങനെ അങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാണ് ഈ നോണ? പുള്ളിയുടെ ഈ അള്ളാഹുവിന്റെ പേരിലേക്ക് അത് രജിസ്റ്റർ ചെയ്യുന്ന എന്തിനാണ്? ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോ അലാഹ എന്ന് പറയാൻ പാടുള്ളൂ.
ഒരു വാക്ക് ഇല്ല, അങ്ങനത്തെ വേർഡേ ഇല്ലാതെ അലാഹ പറഞ്ഞു, അലാഹാന്റെ അടിമയാണെന്ന് പറഞ്ഞാൽ നബിക്ക് മനസ്സിലാവുമോ? അപ്പൊ നബിക്ക് അവിടെ മനസ്സിലാകണമെങ്കിൽ അവിടെ യഥാർത്ഥ ദൈവത്തിന്റെ അടിമയാണ് എന്ന് പറഞ്ഞത് നബിക്ക് അപ്പൊ മനസ്സിലാകണമെങ്കിൽ അന്നത്തെ അള്ളാഹുവിന്റെ കാലത്ത് യഥാർത്ഥ ദൈവത്തിന് പേരില്ലാന്ന് വരില്ലേ റസാക്ക? എന്തോ ഒരു സബാഷ് സാബ് അന്നത്തെ കാലത്ത് വിളിച്ചത് അള്ളാഹു തന്നെയാണ്. ഓക്കെ, അത് പിന്നെ പ്രൗഢ അത് നടക്കില്ല. ആ സാധനം ഞാൻ നിന്നെ ഒന്ന് കേൾപ്പിക്കാം. അത് നടക്കില്ല, ആ വാദം നടക്കില്ല. ഞാൻ കേൾപ്പിക്കാം. സബാസ്റ്റി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സബാസ്റ്റി അങ്ങനെ എഴുതാൻ പറ്റും. സബാസ്റ്റി എന്ന് ഒരു അറിഞ്ഞില്ല. മിനിറ്റ് അതുകൊണ്ട് ഒരു മിനിറ്റ് സബാസ്റ്റിണ്ടോ? സബാസ്റ്റി എന്ന് വാക്കുണ്ടോ? ഒരു മിനിറ്റ് സബാസ്റ്റി നിങ്ങള് ഇപ്പോ ജമിനോടോ ചോദിച്ചോക്ക്, അബ്രഹാത്തിന്റെ ദൈവം, അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ നാമം എന്താണെന്ന് ഒന്ന് നോക്ക്. അതായത് ഏതറിയോ? ഉൽപ്പത്തി 14 18 മുതൽ 22 വരെയുള്ള പിന്നെ വചനങ്ങളിൽ എലിയൂൻ എന്നുള്ള ഒരു വാക്ക് പറയുന്നുണ്ട്. ഇതന്നെയാണ് യേശുവും അവിടെ എടുത്ത് ഉപയോഗിച്ചത്. യേശുവിനെ കുറിച്ചിട്ട് മലക്ക് വന്ന് പറഞ്ഞത് ഈ എലിയൂന്റെ പുത്രനാണ് എന്നാണ് പറഞ്ഞത്. ലൂക്കോസിന്റെ 1:32 മോസ്റ്റ് ഹൈ എലിയൂന്റെ പുത്രൻ എന്നറിയപ്പെടും എന്നാണ് പറഞ്ഞത്. ഇതാണ് ദൈവം, ഇതാണ് യേശു പറഞ്ഞു കൊടുത്ത നാമം. പിതാവിന്റെ നാമം ഞാൻ അവർക്ക് നൽകി എന്ന് പറയുന്നത്. ഇനി ഈ വിഷയം നിങ്ങൾ ഈ എലിയൂന്റെ എറ്റിമോളജിക്കൽ റൂട്ട്സ് ഓഫ് വേർഡ് ഏതാണെന്നൊന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ജമിന് കൈകാര്യം ചെയ്യുന്നതല്ലേ? എലിയൂൻ എന്ന ഉൽപ്പത്തി 14 18 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ പറയുന്ന എലിയൂൻ എന്ന വാക്കിന്റെ എറ്റിമോളജിക്കൽ റൂട്ട്സ് ഓഫ് വേർഡ് ഏതാണെന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ അവിടെ കിട്ടും അലാഹ് എന്നാണ്. ഓക്കെ, അതൊരു നമുക്ക് ചോദിക്കാം. അതൊരു നല്ല ചോദ്യമാണ്. ഓക്കെ, ജമിനി കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ അതെ, എനിക്ക് നിങ്ങളുടെ ശബ്ദം വ്യക്തമായി കേൾക്കാം. എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? എലിയോൺ എന്ന പദത്തിന്റെ റൂട്ട് നാമം എന്താണ്? എലിയോൺ എന്ന പദം ഹീബ്രു ഭാഷയിലെ എൽ എലിയോൺ എന്നതിൽ നിന്നാണ് വരുന്നത്. ഇതിന്റെ അർത്ഥം ഏറ്റവും ഉയർന്ന ദൈവം എന്നാണ്. ഇതിന്റെ മൂലപദം എൽ എന്നാണ്. അത് ദൈവം അല്ലെങ്കിൽ ശക്തൻ എന്ന ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും പ്രത്യേക സന്ദർഭത്തിലാണോ നിങ്ങൾ ഈ പദത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത്? ഇല്ല, ഒരു സന്ദർഭവും ഇല്ല, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പറയണ്ട, അത് എറ്റിമോളജിക്കൽ റൂട്ട്സ് ഓഫ് വേർഡ് ചോദിക്കൂ. നിങ്ങളല്ലാതെ പിന്നെ എലിയൂൺ എന്നുള്ളതിന്റെ നാമം ഏതാണെന്നല്ല ചോദിക്കേണ്ടത്. അത് ഏത് വാക്കിൽ നിന്നാണ് വന്നത് എന്ന് ചോദിക്കൂ. അപ്പോഴാണ് അത് കിട്ടുള്ളൂ കൃത്യമായിട്ട്. ഞാൻ ബ്ലൂ ലെറ്റർ ബൈബിളിൽ ഇത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ട് ഞാനത് ഇവിടെ കാണിക്കാം നിങ്ങൾക്ക്. അതേപോലെ ബൈബിൾ ഹബ്ബും അവർ എലിയൂൻ എന്ന പദം വന്നിട്ട് അലാഹ് എന്ന പദത്തിൽ നിന്നാണ്, അതാണ് അതിന്റെ എറ്റിമോളജിക്കൽ റൂട്ട്സ് ഓഫ് വേർഡ് എന്ന് ബ്ലൂ ലെറ്റർ ബൈബിൾ പറയുന്നു, ബൈബിൾ ഹബ്ബും പറയുന്നു. മനസ്സിലാക്കണം. ഡയറക്റ്റ് ചോദിക്കാം, ഞാൻ ഓൺ ചെയ്യാം. ഡയറക്റ്റ് ചോദിച്ചോ. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട്. ഉൽപ്പത്തി 14 18 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ അബ്രാത്തിന്റെ ദൈവനാമമായിട്ട് എലിയൂൻ എന്ന വാക്ക് കാണുന്നു. ഈ വാക്കിന്റെ എലിയൂൻ എന്ന വാക്കിന്റെ എറ്റിമോളജിക്കൽ റൂട്ട്സ് ഓഫ് വേർഡ് ഏതാണ്? എലിയോൺ എന്ന വാക്ക് ഹീബ്രു ഭാഷയിലെ അല എന്ന മൂലപദത്തിൽ നിന്നാണ് വരുന്നത്. ഇതിന്റെ അർത്ഥം ഉയരുക അല്ലെങ്കിൽ മുകളിലേക്ക് പോവുക എന്നാണ്. അതിനാൽ ഏറ്റവും ഉയർന്നവൻ അല്ലെങ്കിൽ മുകളിലുള്ളവൻ എന്ന ആശയമാണ് ഈ വാക്ക് നൽകുന്നത്. എന്തെങ്കിലും കൂടുതൽ വിശദമായി ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടോ? ചോദിക്കട്ടെ. എലിയോർ എന്ന പദം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പരമാധികാരത്തെയും മഹത്വത്തെയും ഊന്നിപ്പറയാനാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇത് എൽ എന്ന ദൈവനാമത്തോടൊപ്പം ചേർത്ത് എൽ എലിയോൺ, അതായത് ഏറ്റവും ഉയർന്ന ദൈവം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിക്കും മീതെയുള്ള പരമാധികാരത്തെയാണ് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ വല്ലതും അറിയണമുണ്ടോ? എലിയൂൻ എന്ന പദത്തിന്റെ എറ്റിമോളജിക്കൽ റൂട്ട്സ് ഓഫ് വേർഡ്, അതിന്റെ പിന്നെ ആൽഫബറ്റ് ഒന്ന് പറയാമോ? താങ്കൾ ഇപ്പോൾ പറഞ്ഞ എലിയൂൻ എന്ന വാക്ക്
അതിന്റെ മൂലവാക്കായിട്ടുള്ള അല എന്ന് നിങ്ങൾ ഇവിടെ പറഞ്ഞു. അതിന്റെ ആൽഫബറ്റ് ഒന്ന് പറയാമോ? തീർച്ചയായും. അല എന്ന ഹീബ്രു മൂലപദം എഴുതാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ അയൻ, ലമദ്, ഹേ എന്നിവയാണ്. ഹീബ്രു ഭാഷയിൽ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചതിൽ സന്തോഷം. എന്താണ് ഐന്, ലമദ്, ഹേ? അതാണ് അലാഹ് എന്ന് പറയുന്നത്. സബാസ്റ്റിക്ക് ഇപ്പൊ പിടുത്തം കിട്ടിയോ? ഇനി അത് ബ്ലൂ ലെറ്റർ ബൈബിളിൽ വന്നത് ഞാനിവിടെ കാണിക്കാം. ഞാനിത് തെളിവില്ലാത്തൊരു സാധനം കൊണ്ട് ഇവിടെ വരൂല. അവരുടെ ബൈബിൾ ഹബിലും ബ്ലൂ ലെറ്റർ പിന്നെ അതായത് ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ അടങ്ങിയതാണ് ബ്ലൂ ലെറ്റർ ബൈബിൾ. ആ ബ്ലൂ ലെറ്റർ ബൈബിളിൽ കാണിച്ചതും ഞാൻ ഇവിടെ കാണിക്കാം. പിന്നെ ഇപ്പൊ അവിടെ നിങ്ങളിപ്പോൾ പറഞ്ഞ ബ്ലൂ ലെറ്റർ ബൈബിളിനെയും ബൈബിൾ ഹബിനെയും കുറിച്ച് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ചരിത്രപരവും ഭാഷാപരവുമായ പരിശോധനകൾക്ക് ഈ സ്രോതസ്സുകൾ വളരെ ഉപയോഗപ്രദമാണ്. നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ കാണാൻ ഞാൻ തയ്യാറാണ്. എന്താണ് അവിടെയുള്ള പ്രധാനപ്പെട്ട വസ്തുത? സെബാസ്റ്റ്യൻ ഒരു മിനിറ്റ്. ഇവിടെ ഐൻ, ലമദ്, ഹേ എന്നുള്ള വാക്കിന്റെ ശരിയായ ഉച്ചാരണം എന്ത്? ഇത് ഈ വാക്ക് എവിടുന്നാണ് ഈ ബൈബിളിലേക്ക് കടന്നു വന്നത്? ഏത് കാലഘട്ടത്തിലാണ് എലിയൂൻ എന്ന വാക്ക് ബൈബിളിൽ എഴുതി ചേർത്തത്? അയൻ, ലമദ്, ഹേ എന്നീ അക്ഷരങ്ങൾ ചേർന്ന മൂലപദത്തിന്റെ ഉച്ചാരണം അല എന്നാണ്. ഇത് ഹീബ്രുവിന് മുമ്പുള്ള സെമിറ്റിക് ഭാഷകളിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അതിനാൽ ഇതിന്റെ ചരിത്രപരമായ വേരുകൾ വളരെ പഴയതാണ്. എലിയോൺ എന്ന വാക്ക് പുതിയതായി സംഖ്യകൾ കൂട്ടിച്ചേർത്തല്ല. ഇത് പഴയ നിയമത്തിന്റെ ആരംഭിക ഭാഗങ്ങളിൽ തന്നെ ദൈവത്തിന്റെ നാമമായി കാണാം. ഈ വിഷയം നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയോടെ അറിയണമെന്നുണ്ടോ? അല്ല, എലിയൂൻ എന്ന പദം കൂട്ടിച്ചേർക്കപ്പെട്ടത് അഥവാ ബൈബിളിൽ എഴുതപ്പെട്ടത് ക്ലാസിക്കൽ ഹിബ്രുവിന്റെ കാലഘട്ടത്തിലല്ലേ? എലിയോൺ എന്ന ദൈവനാമം ഹീബ്രു ബൈബിളിന്റെ ഏറ്റവും പഴയ ഭാഗങ്ങളിൽ തന്നെയുണ്ട്, പ്രത്യേകിച്ചും ക്ലാസിക്കൽ ഹീബ്രു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഉൽപ്പത്തി പുസ്തകത്തിൽ. അതുകൊണ്ട് ഇത് പിന്നീട് കൂട്ടിച്ചേർത്ത ഒന്നല്ല, മറിച്ച് ആ ഭാഷയുടെ തുടക്കം മുതലേ ഉള്ളതാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വല്ലതും അറിയണമെന്നുണ്ടോ? ഞാൻ ചോദിച്ചത് ക്ലാസിക്കൽ ഹിബ്രു കാലഘട്ടത്തിലാണല്ലോ ബൈബിളിലേക്ക് ഈ പദം കടന്നു വന്നത്. ഇതാണ് എൻ്റെ സംശയം. അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എലിയോൺ എന്ന പദം ക്ലാസിക്കൽ ഹീബ്രു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ബൈബിൾ ഭാഗങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഈ കാലഘട്ടം ഏകദേശം BC 10-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള സമയമാണ്. അന്നാണ് പഴയ നിയമത്തിലെ ഭൂരിഭാഗവും എഴുതപ്പെട്ടത്. നിങ്ങളുടെ സംശയം പൂർണ്ണമായും ശരിയാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വല്ലതും അറിയണമെന്നുണ്ടോ? അപ്പൊ സെബാസ്റ്റ്യൻ കേട്ടില്ലേ? എലിയൂൻ എന്ന പദത്തിന്റെ അതിന്റെ പുരാതനമായ വാക്ക് എന്ന് പറയുന്നത് അലാഹ് എന്ന വാക്കാണ്. മനസ്സിലായോ? അതായത് ഐന്, ലമദ്, ഹെയ് ഈ 3 വാക്കാണ്. അതിന്റെ ഉച്ചാരണം എന്ന് പറഞ്ഞത് അലാഹ് എന്നാണ്. അതും അള്ളാഹുവിനോടാണ് അതിന്റെ ഉച്ചാരണ സാമ്യം വരുന്നത്. അവിടെ അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദൈവത്തിന്റെ നാമം ഞാൻ അവർക്ക് നൽകി എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും ലൂക്കോസിൽ തെരഞ്ഞാൽ കിട്ടും. അതാണ് ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 1:32 ഇവിടെ കൊണ്ടുവന്നത്. അവിടെ എന്താണ്? ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയാണ്, നീ അത്യുന്നതന്റെ പുത്രൻ എന്ന് അറിയപ്പെടും, മോസ്റ്റ് ഹൈ. ഈ അത്യുന്നതന്റെ പുത്രൻ എന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിലെ 14-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ അബ്രഹാമിന്റെ ദൈവമായിട്ടുള്ള എലിയൂൻ എന്ന പദമാണ്, എന്ന വാക്കാണ് അവിടെ. ലൂക്കോസിൽ 70 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എലിയൂൻ എന്ന വാക്ക് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള പുരാതന വാക്ക് എന്ന് പറയുന്നത് പിന്നെ അലാഹ് എന്ന വാക്കാണ്. അലാഹ് എന്ന വാക്കില് ഐന്, ലമദ്, ഹെയ് എന്നുള്ള 3 പിന്നെ ആൽഫബറ്റാണ് അതിനുള്ളത്. മനസ്സിലാക്കണം. എലിയൂൻ എന്നല്ല അതിന്റെ മൂലപദം എന്ന് പറയുന്നത് അലാഹ് എന്നാണ്. ഉൽപ്പത്തി 14:18 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ. അപ്പൊ ഇതാണ് യേശു പറഞ്ഞത്, ദൈവത്തിന്റെ നാമം ഞാൻ അവർക്ക് നൽകി എന്ന് പറയുന്നത്.
ഈ അത്യുന്നതൻ എന്ന പ്രയോഗം 70ഓളം പ്രാവശ്യം ലൂക്കോസ് മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മനസ്സിലാക്കണം. അവിടെ നിങ്ങൾ പറഞ്ഞ യാഹിനെ പറ്റി പറയണില്ല. യാഹിനെ പറ്റി പറയുന്നേ ഇല്ല. യേശു ക്രിസ്തു